വിൻസ് ഫാമിങ്ങിന്റെ എല്ലാ കാഴ്ചക്കാർക്കും നമസ്കാരം. നമ്മുടെ ഫാം കാണാൻ വേണ്ടിട്ട് ഒരു അതിഥി വരുന്നുണ്ട്. ആളെ ഞാൻ നിങ്ങക്ക് പരിചയപ്പെടുത്തി തരാം. യെസ്, എന്റെ പേര് വിഷ്ണു. ഞാൻ വരുന്ന ഷൊർണൂർന്നാ. അപ്പൊ മെയിൻ ആയിട്ട് ഞാനിത് കാണാൻ കാരണം കുറെ കാലമായിട്ട് ഇങ്ങനെ ചിന്തിക്കണു. പിന്നെ അതേപോലെ ഞാൻ ഈ ബെൻസിന്റെ വർക്കാ. അപ്പൊ സൈഡായിട്ട് ഇത് കൂടി മുന്നോട്ടൊന്ന് കൊണ്ടുപോകാലോ വെച്ചിട്ടാണ്. എൻ്റെ പേര് സുധീഷ്. ഞാനും ഷൊർണൂരിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളത് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ ഉപ്പിട്ടുണ്ട്, പെല്ലറ്റ് ഇട്ടുണ്ട്, പിന്നെ നെല്ലുന്നവിടെ അത്ര തന്നെ. ആ കാലത്ത് കഞ്ഞളുണ്ടാവും. അത് 2 സെന്റ് വരട് ഒഴിച്ച് കൊടുക്കുക. അതുകൊണ്ട് എല്ലാ ദിവസവും കാണിക്കുക വെള്ളം. ഈ ചോളത്തോട് സാധനം ഒരു കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അത് തിന്നോളൂ. അപ്പൊ കുറേശ്ശെ കട്ടിയിൽ കൊടുത്ത് നക്കി തിന്ന് കുറച്ച് കല്ലുപ്പ് കൊടുക്കുക. അത് കഴിച്ച് ഒരു ശീലവും. പിന്നെ അതിൽ വെള്ളം കൂട്ടി വെള്ളം കുടിക്കുക. ഡെയിലി കൊടുക്കുക. അപ്പൊ അത് ശീലായി. പിന്നെ നീ എന്ത് വെള്ളം കൊടുത്താലും കുടിച്ചോളൂ. പിന്നെ എനിക്കിപ്പോ കഞ്ഞളത്തിന്ന് മാറി കുറച്ച് ചോറും പറ്റുക, അതായത് വേസ്റ്റ് ഹോട്ടൽ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കുടിച്ചോളൂ. പച്ചക്കറി വേസ്റ്റ് പച്ചക്കറി വേസ്റ്റ് സെപ്പറേറ്റ് കൊടുക്കുക. വെള്ളം തീറ്റ വേറെ. നിങ്ങൾക്ക് 2 നേരം കൊടുക്കാൻ 2 നേരം കൊടുക്കുക, അല്ലെങ്കിൽ 1 നേരം കൊടുക്കാൻ 1 നേരം കൊടുക്കുക. പിന്നെ പാടത്തേക്ക് കഴിച്ചിട്ട് ഒരു പച്ചവെള്ളം, അതായത് കലക്കവെള്ളമായാലും പച്ചവെള്ളം കണ്ടെത്തി കുടിക്കും. ഇല്ല, പക്ഷെ നമുക്ക് കൊടുക്കണം കഞ്ഞളം. പിന്നെ എല്ലാ മാസം കറക്റ്റ് ആയിട്ട് ഒരു ഡേറ്റ് ചെയ്ത് ചെയ്യുക. 5-ാം തീയതി ഡേറ്റ് ചെയ്ത് ചെയ്യുക. 5-ാം തീയതി എല്ലാ മാസം റിപ്പീറ്റ് ചെയ്തിട്ട് വരട് കൊടുക്കുക. എല്ലാ മാസം വരട് കൊടുക്കുക. എനിക്ക് കിട്ടുന്ന പച്ചക്കറി വേസ്റ്റാ എന്താ വെച്ചാൽ കൊടുക്കാം. പിന്നെ ഈ കുളിപ്പിക്കുന്ന ടൈം അതൊക്കെ എങ്ങനെയാ? കുളിപ്പിക്കണം നിന്റെ സൗകര്യ. ഞാൻ കാലത്ത് ഒരു ആഴ്ചത്തിന് മുന്നേ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ കഴുകിട്ട് ഒരു വിടാറ്. ചെറിയ കുട്ടികളാണ്. പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യമില്ല. വെള്ളം ചെളിയിൽ പോയി കിടക്കണമെങ്കിൽ നീ കഴുകേണ്ട ആവശ്യമില്ല. അപ്പൊ ആഴ്ചയിലെ പ്ലേയിലൊക്കെ ഒന്ന് കഴുകുമ്പോ ചെവി 2 പ്രത്യേകം കഴുകുക. കഴുകി കഴിഞ്ഞിട്ട് ലേശം വേപ്പെണ്ണ പറ്റി കൊടുക്കുക. ചെവിയിൽ ഈച്ചക്കടി പറയാൻ ഈ കൊമ്പിന്റെ ഇടയിൽ ലേശം വേപ്പെണ്ണ പറ്റി കൊടുക്കുക. പിന്നെ നോക്കിയെടുക്കലും കാര്യങ്ങളൊക്കെ എങ്ങനെ? അപ്പൊ ഇതിന്റെ വാല് ഇത് രോഗങ്ങൾ വരാനും നീ ഒന്നും നോക്കണ്ട. കുട്ടീനെ മാത്രം ഒന്ന് സൂക്ഷിച്ച് നോക്കുക. ഈ കുട്ടീനെ ഇനിയിപ്പൊ എനിക്ക് ഇതിലേക്ക് കാണിച്ചു തരാൻ നല്ലൊരു കുട്ടി ഇതാ. ചെവിയും കാര്യങ്ങളും ഉഷാറായിട്ട് നിക്കലും ഇല്ലേ? നല്ല മോന്തം നീട്ടം, നല്ല മോന്തം നീട്ടം നല്ലതല്ല നോക്കുക. വലിയ കൊമ്പ് കേട്ടോ, ചെറിയ കൊമ്പ് ഇത്ര 1.5 ഇഞ്ച് 2 ഇഞ്ച് ഇല്ലേ കൊമ്പ്. ഞാൻ അത്യാവശ്യം നല്ല ചെവി കാര്യം നോക്കുക. ഏട്ടാ നീളം നോക്കുക. കുട്ടികളെ പൊന്തിട്ട് ഈ കുട്ടി ഉണ്ട്. ഈ സൈഡ് പൊങ്ങണ്ട തൊലി കണ്ട നല്ല നൈസായിട്ടുള്ള തൊലി കെട്ടി നോക്കിയിരിക്കണം അല്ലേ? പൊന്തിട്ട് പൊന്തിരിക്കണം. പിന്നെ കുട്ടികളെ നോക്കുമ്പോ പല്ല് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ കഴുകിയിട്ടൊന്നുമില്ല. ഞാന് വീഡിയോ കണ്ടിട്ടാണ് വന്നത്. ആദർശന്റെ വീഡിയോ കണ്ടിട്ടാണ് വന്നത്. യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ്. അതേപോലെ ഇൻസ്റ്റാഗ്രാമിലാണ് മെയിൻ ആയിട്ട് ബൈറ്റുകൾ ഉണ്ട്. അപ്പോ ഞാൻ മിഞ്ഞാന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദർശനെ കോൺടാക്ട് ചെയ്തു. എന്നിട്ട് പറഞ്ഞു എനിക്കിങ്ങനെ തുടങ്ങാൻ ഒരു താല്പര്യമുണ്ട്. കണ്ട വന്ന് കണ്ടോളാൻ പറഞ്ഞു. ആദ്യം വന്നു വായു നമ്പറൊക്കെ തന്നു. എനിക്ക് ലൊക്കേഷൻ കഴിച്ചൊന്ന് പോരാ പറഞ്ഞു. ഫ്രീ ടൈമിൽ വന്നു പറഞ്ഞു. ഞാൻ വന്നിന്ന് സ്ഥലങ്ങളൊക്കെ കണ്ടു. ഓരോന്നിനെ കുറിച്ച് കാര്യങ്ങളായിട്ടും പറഞ്ഞു തന്നു. നല്ല രീതിയിൽ പറഞ്ഞു തന്നുണ്ട്. നല്ല സപ്പോർട്ടാണ്. എങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നുണ്ട്. അതേപോലെ നമ്മുടെ അശ്വിനേട്ടനും ഉണ്ട്. മൂപ്പരാളെ മെയിൻ അവിടെ നടത്തുന്നത് കാര്യങ്ങളൊക്കെ. അപ്പോ കാര്യങ്ങൾ കണ്ടു. എങ്ങനെ കാണുന്നുണ്ട്. ഇവിടെ പുതിയ കുട്ടികളും ഉണ്ട്, പഴയതുണ്ട്. അപ്പൊ ഇതേപോലെ എങ്ങനെ വളർത്തുക, ഇതിന്റെ ചികിത്സ എന്താ, ഫുഡ് എന്താ, അതൊക്കെ നേരിട്ട് കാണിച്ചു തന്നു. എങ്ങനെ ഇടേണ്ടത് ചിലരൊന്നും പറഞ്ഞു തരാറില്ല. ചോദിച്ചാ റിപ്ലൈ ഒന്നുമില്ല. ചേട്ടാ അടിപൊളിയാണ്. നമുക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ആയി പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് സന്തോഷം. ഇൻസ്പിറേഷൻ ആവുന്നുണ്ട്. ഇങ്ങനത്തെ പുതിയ ഏട്ടന്മാർ പറഞ്ഞു തരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങുള്ളൂ. അപ്പൊ ഞാൻ മാത്രമല്ല, എന്റെ കൂടെ ചെക്കന്മാരും ഉണ്ടാവും തുടങ്ങാൻ വേണ്ടിട്ട്. അതിലെടുത്തിനാണ് ഇപ്പൊ വന്നിട്ടുണ്ടായിരുന്നത്. ഇനി വേറെ ഒരുത്തനും കൂടി ഉണ്ട് എന്റെ കൂടെ. അപ്പൊ അവൻ ഇനി എല്ലാം വരും. ഞങ്ങൾ നേരത്തെ വിളിച്ചിട്ട് ഞങ്ങൾ അറിയിക്കും. സാധനം വാങ്ങിയിട്ട് ഞങ്ങളെ 2 ആളെ ഞാൻ അറിയിച്ചിട്ടാണ് ഇത് കൊണ്ടുപോകുള്ളൂ. മുന്നോട്ട് പോകുമ്പോ എന്തായാലും അറിയിക്കണല്ലോ. ഇങ്ങനെ ഒരു മോട്ടീവ് വേണ്ടേ കാണിച്ചു തന്നതിന്. അതിന് വേണ്ടി എന്തായാലും ചെയ്യും. ഇതെന്തായാലും ഞാൻ എടുക്കും. അതുകൊണ്ട് ഞാൻ നന്ദികൾ പറയുന്നു. താങ്ക്സ്. ഇതിപ്പോ ഉണ്ടല്ലോ, ഇവരെ പോലെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ പറയാ, നമ്മളിപ്പോ ഈ വീഡിയോസ് ചെയ്യുന്നതിന് തന്നെ ഒരു അർത്ഥം ഉണ്ടെന്ന് മനസ്സിലാണ് ഈ ഒരു നിമിഷത്തിലാണ്. കാരണം ഇവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ചാനൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവരിവിടെ ഇന്നിപ്പോ ഇവിടെ വന്ന് നിന്ന് നമുക്ക് പറ്റണ അറിവ് കിട്ടാം. ഞാൻ എല്ലാം ഇതായിരുന്നല്ല, എനിക്ക് അശ്വിനും പറ്റണ അറിവ് പറഞ്ഞു കൊടുക്കാൻ പറ്റണ അറിവ് ഞങ്ങൾ ഇവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവരൊരു തുടക്കക്കാരാണ്. ഇവർക്ക് ഫാം ചെയ്ത്
ഇനി ചെയ്ത് ഇവർക്ക് മുന്നോട്ട് വരണം എന്ന് ഒരുപാട് ആഗ്രഹമുള്ള ഒരു തലമുറയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഇനി ഇവരുടെ ആയിരിക്കാം ചിലപ്പോ ഇനിയിപ്പോ നാളെ ഇവരുടെ ഫാമിന്റെ വീഡിയോ ആയിട്ടായിരിക്കും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ടാവുക. അങ്ങനെ ഒരു ഇത് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അവിടെ വന്നിട്ട് വീഡിയോ ചെയ്യാനേ ഞാൻ ഒരുപാട് അപ്പോ എന്റെ വീഡിയോസിനൊക്കെ ഒരു അർത്ഥം ഉണ്ടെന്ന് എനിക്ക് ഇന്ന് മനസ്സിലാവാണ്. നമുക്കിപ്പോ ഒരുപാട് പേര് എൻക്വയറീസും കാര്യങ്ങളും മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് പറ്റണ അറിവ് നമ്മൾ ചെയ്തു കൊടുക്കുന്നു. ഇതിപ്പോ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നമുക്ക് കാണണം, ഇതിനെപ്പറ്റി അറിയണം, ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങണം എന്ന് ആഗ്രഹിക്കണവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്തോളൂ. നമ്മളെ കൊണ്ട് പറ്റണ ഹെൽപ്പ് എന്തായാലും ചെയ്തിരിക്കും. അപ്പോൾ ഇത്ര നേരം എന്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കാഴ്ചക്കാർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.